ഹായ് സ്റ്റുഡൻസ്, 8th സ്റ്റാൻഡേർഡിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം യൂണിറ്റിൻ്റെ പേരൊന്ന് നോക്കുക. ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര് ബോൺസ് ഓഫ് ലൈഫ് എന്നാണ്. അവിടെ ഗാന്ധിജിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള കോട്ട് കൊടുത്തിട്ടുണ്ട്. ദ ഗ്രേറ്റ്നെസ് ഓഫ് ഹ്യൂമാനിറ്റി ഇസ് നോട്ട് ഇൻ ബീയിങ് ഹ്യൂമൻ ബട്ട് ഇൻ ബീയിങ് ഹ്യൂമൻ. ഒരു മനുഷ്യനാവുക എന്നതിലല്ല ഗ്രേറ്റ്നെസ്, മറിച്ച് എന്താണ്, ഹ്യൂമെയിൻ, മനുഷ്യത്വമുള്ള ഒരാളാവുക എന്നതിനാണ് ഗ്രേറ്റ്നെസ് എന്നാണ് ഈ കോട്ട് കൊണ്ട് ഗാന്ധി ഉദ്ദേശിക്കുന്നത്. ഈ യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന ഷോർട്ട് സ്റ്റോറി, ദെൻ ദ 7 ഏജസ് ഓഫ് മാൻ എന്ന് പറഞ്ഞ് ഷേക്സ്പിയറിൻ്റെ ആസ് യു ലൈക്ക് ഇറ്റ് എന്ന ഡ്രാമയുടെ ഒരു ഭാഗം, ദെൻ ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന ഒരു മെമ്മോ. അങ്ങനെ 3 ചാപ്റ്റേഴ്സാണ് ഈ യൂണിറ്റിലുള്ളത്. ഞാൻ അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. അതിന് മുമ്പായിട്ട് അവിടെ ഒരു ചെറിയ കാർട്ടൂണും അതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാർട്ടൂൺ എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക. Moving to the first chapter, have you ever spent time with your grandparents? നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? വാട്ട് ഈസ് ഓർ വാട്ട്സ് യുവർ ഫേവറേറ്റ് ആക്ടിവിറ്റി വിത്ത് ദം? അവരോട് ഒത്ത് ഫേവറേറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആക്ടിവിറ്റി എന്തൊക്കെയാണ്? ലെറ്റ്സ് ജോയിൻ എ ഗ്രാൻഡ് സൺ ആൻഡ് ഗ്രാൻഡ് മദർ ഓൺ ദെയർ ജേർണി ആൻഡ് എക്സ്പ്ലോർ ദ ബ്യൂട്ടി ഓഫ് ദ ലാൻഡ്സ്കേപ്പ് ആൻഡ് ദ വാംത്ത് ഓഫ് ദെയർ റിലേഷൻഷിപ്പ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഒരു ഗ്രാൻഡ് സണ്ണും ഒരു ഗ്രാൻഡ് മദറും കൂടെ ഒരുമിച്ച് ഒരു യാത്ര പോകുന്നതാണ്. അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ അവർ പോകുന്ന സ്ഥലങ്ങളുടെ ബ്യൂട്ടി, ഇതൊക്കെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ സ്റ്റോറിയിലേക്ക് പോവാം. എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. ഇത് എഴുതിയിട്ടുള്ളത് റസ്കിൻ ബോണ്ടാണ്. Granny could hear the distant roar of the river and smell of the pine needles and feel the presence of her grandson Mani. അപ്പോൾ ഗ്രാനിക്ക് എന്തൊക്കെ ഹിയർ ചെയ്യാം? ദൂരെ റോർ ചെയ്യുന്നൊരു റിവറിൻ്റെ സൗണ്ട്, അതുപോലെ തന്നെ പൈൻ മരങ്ങളുടെ സ്മെല്ല്, അതുപോലെ കൂടെ നടന്നു പോകുന്ന തൻ്റെ മണി എന്ന് പറഞ്ഞ ഗ്രാൻഡ് സണ്ണിനെ, ഇതൊക്കെ ഗ്രാനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. She couldn't see the river or the trees. She could only make out Mani's fuzzy hair and sometimes its blackberry eyes and the gleam of his teeth when he smiled. She couldn't see the river or the trees. ഈ റിവറോ ട്രീസോ ഒന്നും അവർക്ക് കാണാൻ പറ്റില്ല. മണിയുടെ ആ ഒരു ഫ്രസി ആയിട്ടുള്ള എയറിനെ തൊട്ട് അറിയാനും അവൻ്റെ വൈറ്റ് ടീത്തിൽ നിന്ന് വരുന്ന ആ ഒരു ഗ്ലോ കണ്ടറിയാനും ഒക്കെ അവർക്ക് സാധിക്കുള്ളൂ. ഗ്രാനി വോർ എ പെയർ ഓഫ് ഓൾഡ് ഗ്ലാസസ്. അവരെന്താണ്, ഒരു പഴയ ഗ്ലാസസ്, ഒരു കണ്ണട ധരിച്ചിട്ടുണ്ട്. പിക്ചറിൽ കാണാം ഗ്രാനിയെയും മണിയെയും. She had been wearing them for well over 10 years. ഏകദേശം 10 വർഷത്തിന് മുകളിലായി ഇവർ ഈ സെയിം കണ്ണട യൂസ് ചെയ്യുന്നു. Her eyes had grown steadily weaker and the glasses were now scratched and spotted. അവരുടെ കണ്ണെന്താണ് ഇപ്പോൾ ഒന്നുകൂടെ വീക്കായിട്ടുണ്ട്, കാഴ്ചശക്തി കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കണ്ണടയിൽ എന്താണ്, ഒരുപാട് കുത്തുകളും വരകളൊക്കെ വന്നിട്ടുണ്ട്. So there was very little she could see through them. ആ ഒരു കണ്ണാടിയിലൂടെ അവർക്കിപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളെ കാണാൻ പറ്റുന്നുള്ളൂ. Mani and his father felt that it was high time Granny had her eyes tested and got herself a new glasses. എത്രയും പെട്ടെന്ന് തന്നെ എന്താണ്, തന്നെ കണ്ണൊന്നുകൂടി ടെസ്റ്റ് ചെയ്യിപ്പിക്കണം, അതുപോലെ തന്നെ കണ്ണട മാറ്റേണ്ടതുണ്ട് ഗ്രാനിയുടെ എന്ന് അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. വെൽ യു നോ വി കാൺ ഗെറ്റ് ദം ഇൻ വില്ലേജ് സെഡ് ഗ്രാനി. അപ്പോൾ ഇത് പറയുമ്പോൾ ഗ്രാനി എന്താ പറയുക, നമുക്ക് ഈ വില്ലേജിൽ കണ്ണടയൊന്നും കിട്ടില്ലല്ലോ എന്ന് ചോദിക്കും. Mani said, you will have to go to the eye hospital in Missouri. That's the nearest town. നിയറസ്റ്റ് ടൗൺ ആയ മുസൂറിയിൽ പോകണം, എന്നാലുള്ളൂ ഈ ഒരു ഐ ഹോസ്പിറ്റൽ അവിടെ മാത്രമേ ഉള്ളൂ, അവിടെ നിന്ന് കണ്ണട കിട്ടുള്ളൂ എന്ന് മണി പറയും. ബട്ട് ദാറ്റ്സ് 2-day journey, പ്രൊട്ടസ്റ്റഡ് ഗ്രാനി. പക്ഷേ എന്താണ്, 2 ദിവസത്തെ യാത്രയാണ്, എനിക്ക് അതിനൊന്നും വയ്യ, ഈ കണ്ണട തന്നെ മതി എന്നുള്ള രീതിയിൽ ഗ്രാനി പറയാണ്. Granny was looking for excuses. She did not want to be parted from Mani. ഗ്രാനി എന്താണ്, ഓരോ എക്സ്ക്യൂസ് കണ്ടെത്താണ്. കാരണം മണിയെ വിട്ട് പിരിഞ്ഞ് പോകാൻ അവർക്ക് താല്പര്യമില്ല. ഈ 2 ദിവസം കണ്ണട മാറ്റാൻ പോകണമെങ്കിൽ എന്താണ്, മണിയെ വില്ലേജിൽ തനിച്ചാക്കിയിട്ട് പോകണം, അതിന് പറ്റില്ല. അതുകൊണ്ടാണ് അവർ എക്സ്ക്യൂസ് പറയുന്നത്. ഹി വാസ് 11 ആൻഡ് ക്വൈറ്റ് ക്യാപ്പബിൾ ഓഫ് ലുക്കിംഗ് ആഫ്റ്റർ ഹിംസെൽഫ്. പക്ഷെ അവനെന്താണ്, 11 വയസ്സായിട്ടുണ്ട്, സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കാനുള്ള പ്രായമായിട്ടുണ്ട്. ബട്ട് ഗ്രാനി ഹാഡ് ബ്രോട്ട് ഹിം അപ്പ് എവർ സിൻസ് ഹിസ് മദർ ഹാഡ് ഡൈഡ് വെൻ ഹി വാസ് ഓൺലി എ ഇയർ ഓൾഡ്. പക്ഷേ മണിയുടെ അമ്മ എന്താണ്, അവനൊരു വയസ്സായപ്പോൾ മരിച്ചു പോയതാണ്. അന്ന് മുതൽ അവനെ ബ്രോട്ടപ്പ് ചെയ്തത് ആരായിരുന്നു, ഗ്രാനി ആയിരുന്നു. അതുകൊണ്ട് അവനെ ഒറ്റയ്ക്കാക്കി പോകാൻ അവർക്ക് പറ്റില്ല.
She was his nanny, maternal grandmother, and had cared for the boy and father and the cows and the hens in the household with great energy and devotion. അപ്പം നാനി ആരായിരുന്നു? മറ്റേണൽ ഗ്രാൻഡ് മദറാണ്, അവൻ്റെ അമ്മയുടെ അമ്മയാണ്. അവനെയും അവൻ്റെ അച്ഛനെയും കെയർ ചെയ്തു. അതുപോലെ തന്നെ ആ വീട്ടിലെ കാര്യങ്ങളും അവിടുത്തെ കോഴികളെയും പശുക്കളെയും അങ്ങനെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് നാനിയാണ്. I can manage quite well, she said. എനിക്ക് ഈ കണ്ണട വെച്ച് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് പറയണം അവർ. Now listen, said Mani's father sternly. We are not sending you off on your own. I will take you to Missouri. അപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ട് മണിയുടെ ഫാദർ പറയാണ്, ലിസൺ, ഞങ്ങൾ നിങ്ങളെ ഒറ്റയ്ക്കല്ല അയക്കുന്നത്, മറിച്ച് എന്താണ്, ഞാൻ നിങ്ങളെ മസൂരിയിലേക്ക് കൊണ്ടുപോയി പുതിയ കണ്ണടയൊക്കെ വാങ്ങിച്ചു തരാമെന്ന് പറയാണ്. ആൻഡ് ലീവ് മണി ഹിയർ ബൈ ഹിംസെൽഫ്, ഹൗ കുഡ് യു ഈവൻ തിങ്ക് ഓഫ് ഡൂയിങ് ദാറ്റ്. അപ്പോൾ ഗ്രാനി തിരിച്ച് ചോദിക്കുകയാണ്, എന്നിട്ട് മണിയെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകാനാണല്ലേ, എങ്ങനെ നിനക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കുകയാണ്. ദെൻ ഐ വിൽ ടേക്ക് യു ടു മസൂരി, സെറ്റ് മണി ഈഗേർലി. ഇത് കേട്ടപ്പോൾ അവൻ ഇൻട്രസ്റ്റോട് പറയണം, ഓക്കെ എന്നാൽ ഞാൻ കൊണ്ടുപോയിക്കോളാം നിങ്ങളെ മസൂരിയിലേക്ക്. ഐ ഹാവ് ബീൻ ടു മസൂരി ബിഫോർ വിത്ത് മൈ സ്കൂൾ ഫ്രണ്ട്സ്. ഐ നോ വേർ വി ക്യാൻ സ്റ്റേ. ബട്ട് he paused a moment and looked doubtfully from his father to grandmother. You wouldn't be able to walk all the way to Nain, would you, Granny? അപ്പോൾ ഇവൻ പറയുകയാണ്, എനിക്ക് മസൂരിയെക്കുറിച്ച് അറിയാം, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ടുണ്ട്, എവിടെ താമസിക്കേണ്ടതെന്നൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു സംശയത്തോട് അവങ്ങനെ നിർത്തിയിട്ട് ഫാദറിനെയും ഗ്രാൻഡ് മദറിനെയും മാറി മാറി നോക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, പക്ഷേ അവിടേക്ക് പോകണമെങ്കിൽ നെയിൻ എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട്, അതുവരെ നടക്കണം, അവിടെ നിന്ന് ബസ് കിട്ടുള്ളൂ, അതുവരെ നടക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. Of course I can walk, said Granny. I may be going blind, but there's nothing wrong with my legs. അപ്പോൾ ഗ്രാനി കുറച്ച് സീരിയസ് ആയിട്ട് പറയണേ, എനിക്ക് നടക്കാനൊക്കെ വയ്ക്കും, എനിക്ക് കണ്ണിന് മാത്രമേ പ്രശ്നമുള്ളൂ, എൻ്റെ കാലിന് പ്രശ്നമൊന്നുമില്ല എന്ന് പറയണം. ബട്ട് യു ആർ 70, ഗ്രാനി, പക്ഷേ നിങ്ങൾക്ക് 70 വയസ്സായിട്ടുണ്ട് എന്ന് മണി ഓർമ്മിപ്പിക്കുകയാണ്. What has that got to do with it? And besides, it's downhill to Nain and uphill coming back. Uphill is easier, said Granny. വയസ്സിലൊക്കെ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഡൗൺ ഹില്ലാണ്, നെയിനിലേക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇറക്കമാണ്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താണ്, കയറ്റമാണ്. പക്ഷേ കയറ്റം ഇറക്കത്തേക്കാൾ ഈസിയാണ്, അതായത് എനിക്ക് ഈസിയായിട്ട് നടക്കാൻ കഴിയുമെന്ന് മണിയെ ബോധിപ്പിക്കുകയാണ് അവർ. Now that she knew Mani might be accompanying her, she was more than ready to make the journey. ഇപ്പം മണി തൻ്റെ കൂടെ പോരും എന്നായപ്പോൾ ഇവർക്ക് എന്താണ്, ഈ ഒരു യാത്ര പോകാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. While we are in Missouri, we will get some seeds and bulbs and a new bell for the white calf and a pullover for your father and shoes for you. അപ്പോൾ ഇവരെന്താണ്, മസൂരിയിലെത്തിയിട്ട് വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. സീഡ്സ് വാങ്ങണം, ബൾബ് വാങ്ങണം, പിന്നെ കവിന് ഒരു ബെല്ല്, പുള്ളോവർ, പിന്നെ അവൻ്റെ ഷൂ ഒക്കെ വാങ്ങണം എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. Now, just a minute, said Mani's father. Are you going there to have your eye tested, or are you going on a shopping trip? I have got only 100 rupees to spare. You will have to manage with that. അപ്പോൾ അച്ഛൻ സീരിയസ് ആയിട്ട് ചോദിക്കണം, നിങ്ങളിപ്പോൾ കണ്ണ് പരിശോധിക്കാനാണോ പോണത് അതോ ഷോപ്പിങ്ങിനാണോ പോണത്? എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് 100 റുപ്പീസാണ്, ഇതുകൊണ്ട് നിങ്ങളെല്ലാം മാനേജ് ചെയ്യണം. We will manage, said Mani. We will sleep at the bus shelter. ഞങ്ങൾ ബസ് ഷെൽറ്ററിൽ, ബസ് സ്റ്റേഷനിൽ ഉറങ്ങിക്കോളാം, റൂമൊന്നും എടുക്കാതെ എന്ന് പറയണം. No, we won't, said Granny. I have got 50 rupees of my own. We will stay at a hotel. അപ്പോൾ ഇവർ പറയാനില്ല, എൻ്റെ കയ്യിൽ ഒരു 50 റുപ്പീസ് എക്സ്ട്രാ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഹോട്ടലിൽ തന്നെ നിൽക്കാം എന്നൊക്കെ അവർ പ്ലാൻ ചെയ്യണം. Early next morning, in a light drizzle, Granny and Mani set out on the path to Nain. അങ്ങനെ പിറ്റേ ദിവസം അതിരാവിലെ ഇവർ നെയിനിലേക്ക് നടന്നു പോവാണ്. നെയിൻ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇവർക്ക് ബസ് കിട്ടുന്നത്. Mani carried a small bedding roll on his shoulder. Granny carried a large cloth shopping bag and an umbrella. ഇവർ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോയതെന്നാണ് പറയുന്നത്. Whenever you feel tired, we will take rest, said Mani. അപ്പോൾ മണി പറയാണ്, എപ്പോഴാണോ നിങ്ങൾ ടയേർഡ് ആവുന്നത് അപ്പോൾ നമുക്ക് ചെറിയ റെസ്റ്റ് എടുക്കാം. We have only just started out, said Granny. We will rest when you are hungry. അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, നമ്മൾ എന്ത് ചെയ്യുക, യാത്ര തുടങ്ങിയിട്ടുള്ളൂ, ഇനി നിനക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ മാത്രം നമുക്ക് റെസ്റ്റ് എടുക്കാം എന്ന് പറയാണ്. They walked at a steady pace without talking too much. A flock of parrots whirled overhead, flashes of red and green against a somber sky.
അപ്പോൾ അവരുടെ അവരെങ്ങനെയാണ് ഒരു സെയിം പേസിൽ സെയിം സ്പീഡിൽ പതിയെ പതിയെ നടന്നു പോവാണ്. അവിടെ കണ്ട കാഴ്ചകളാണ് കുറേ പാരറ്റ്സ്. ആ ഒരു ഡാർക്ക് സോംബർ സ്കൈ എന്ന് പറഞ്ഞാൽ ഡാർക്ക് സ്കൈയിലൂടെ പാരറ്റ്സ് ഇങ്ങനെ പോകുന്നൊക്കെ കാണാതെ രാവിലെ. There were no other sounds except for the hiss and gentle patter of the rain. അപ്പോൾ ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറ്റൽ മഴയുണ്ട്, അതിൻ്റെ സൗണ്ട് അല്ലാതെ വേറെ സൗണ്ടുകളൊന്നും ഇല്ല. അത്രയും ഏർലി മോർണിംഗ് ആണ്. Money stopped to pick wild blackberries from a bush. Granny wasn't fond of the berries and did not slacken her pace. മണി തൊട്ടടുത്തുള്ള ഒരു വൈൽഡ് ബ്ലാക്ക്ബെറി ബുഷിൽ നിന്ന് ബെറീസ് പറിക്കാൻ പോയി. അപ്പോൾ ഗ്രാൻഡ് മദറിന് ബെറീസിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. ഷീ ഡിഡ് നോട്ട് സ്ലാക്കൺ ഹെർ പേസ്. സ്ലാക്കൺ എന്ന് പറഞ്ഞാൽ സ്ലോ ഡൗൺ ചെയ്യുക. അപ്പം ആ ഒരു നടത്തത്തിൻ്റെ സ്പീഡ് കുറച്ചില്ല. Money had to run to catch up with her. Soon his lips were purple with the juice from the berries. അവൻ കുറച്ച് നേരം നിന്നുകൊണ്ട് തന്നെ പിന്നീട് ഗ്രാനിയുടെ ഒപ്പം എത്താൻ അവൻ ഓടുകയാണ്. അവൻ്റെ ലിപ്സൊക്കെ ആ ഒരു ബെറീസിൻ്റെ കളർ വന്നിട്ടുണ്ടായിരുന്നു, പർപ്പിൾ. The rain stopped and the sun came out below them. The light green of the fields stood out against the dark green of the forest, and the hills were bathed in golden sunshine. Money ran ahead. അപ്പോൾ അവരുടെ ചുറ്റുമുള്ള കാഴ്ചകളാണ് പറയുന്നത്. ഒരു മഴ കുറഞ്ഞു, ഇപ്പോൾ സണ്ണിങ്ങനെ പുറത്തേക്ക് വരികയാണ്, സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സൂര്യൻ്റെ വെളിച്ചത്തിൽ ആ ഒരു ഗ്രീൻ ഫീൽഡും ഫോറസ്റ്റും ഒക്കെ ഷൈൻ ചെയ്യുന്നതും അതിൻ്റെ ഭംഗിയൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. Can you see all right, Granny? He called. അവൻ പോകുന്നതിനിടയിൽ ഗ്രാനിയോട് ചോദിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ടോ? I can see the path, I can see your white shirt, that's enough for just now. എനിക്കെന്താണ് നടന്നു പോകുന്ന വഴി കാണാം, അതുപോലെ തന്നെ നിൻ്റെ വൈറ്റ് ഷർട്ടും കാണാം, ഇപ്പോൾ പോവാൻ ഇത്രയും കാഴ്ച മതിയെന്ന് പറയാണ്. Granny and Money ate their light meal on the roadside in the shade of a whispering pine and drank from a spring. കയ്യിൽ കരുതിയിരുന്ന മീൽ കഴിച്ചു. അവിടെ ഉണ്ടായിരുന്നൊരു അരുവിൽ നിന്ന് കുറച്ച് വെള്ളവും കുടിച്ചു. By late afternoon they were directly about Nain. അപ്പോൾ ഏകദേശം ലേറ്റ് ആഫ്റ്റർനൂൺ, രാവിലെ നടക്കാൻ തുടങ്ങിയിട്ട് ആഫ്റ്റർനൂൺ ആയപ്പോഴാണ് അവർ നെയിനിലെത്തിയത്. We are almost there, said Money. I can see the temple near Uncle's house. അങ്കിളിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ടെമ്പിൾ എനിക്ക് കാണാം, നമ്മൾ ഏകദേശം അവിടെ എത്തിയെന്ന് പറയാണ്. I can't see a thing, said Granny. എനിക്കിതൊന്നും കാണാൻ പറ്റുന്നില്ല. That's because of the mist. There is a thick mist coming up the valley. ഒരു മഞ്ഞ് കൊണ്ടാണ് കാണാൻ പറ്റാത്തത് എന്ന് അവൻ പറയാണ്. It's began raining heavily as they entered the small market town on the banks of the river. Granny's umbrella was leaking badly. അപ്പോൾ പെട്ടെന്ന് അവർ ആ ഒരു സ്മോൾ മാർക്കറ്റ് ടൗണിലെത്തിയപ്പോൾ മഴ പെയ്യാണ്. ഗ്രാനിയുടെ അംബ്രല്ല എങ്ങനെയായിരുന്നു, ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അത്രയും പഴയ ഒരു അംബ്രല്ലയാണ്. But they were soon drying themselves in uncle's house and drinking glasses of hot sweet milky tea. അങ്ങനെ അവർ അങ്കിളുടെ വീട്ടിലെത്തി. അവർ നനഞ്ഞ ഡ്രസ്സുകളൊക്കെ ഉണക്കി, അതുപോലെ തന്നെ അവിടുന്ന് ഒരു ടീ ഒക്കെ കഴിക്കുകയാണ്. Money got up early next morning and ran down the narrow streets to bathe in the river. അങ്ങനെ അന്ന് അവരവിടെ അങ്കിളിൻ്റെ വീട്ടിൽ നിൽക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെയാണ് ബസ് ഉള്ളത്. രാവിലെ ഏർലി മോർണിംഗിൽ എണീറ്റ് അവൻ അടുത്തുള്ള ഒരു റിവറിൽ കുളിക്കുകയാണ്. As Money dressed, he heard the blare of the bus horn. പെട്ടെന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയപ്പോൾ ആ ഒരു ബസ് ഹോണിൻ്റെ ബ്ലെയർ എന്ന് പറഞ്ഞാൽ ഒരു ഹാർഷ് സൗണ്ട്, ആ ഒരു ഹോണിൻ്റെ സൗണ്ട് കേൾക്കുകയാണ്. There was only one bus to Missouri. മസൂരിയിലേക്ക് ആകെ ഉള്ളത് ആ ഒരു ബസ്സാണ്. He scampered up the slope wondering if they had missed it. അവൻ പെട്ടെന്ന് വലിയ വലിയ സ്റ്റെപ്സൊക്കെ വെച്ചിട്ട് ഓടാൻ നോക്കുകയാണ്. മൂവ് ക്വിക്ലി എന്നാണ് സ്കാമ്പേർഡിൻ്റെ അർത്ഥം. ബസ് മിസ്സാവാതിരിക്കാൻ ഓടുകയാണ്. ബട്ട് ഗ്രാനി വാസ് വെയിറ്റിംഗ് ഫോർ ഹിം അറ്റ് ദ ബസ് സ്റ്റോപ്പ്. പക്ഷേ ഗ്രാനി ഓൾറെഡി ബസ് സ്റ്റോപ്പിലെത്തി അവന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഷീ ഹാഡ് ഓൾറെഡി ബോട്ട് ദയർ ടിക്കറ്റ്സ്. അതുപോലെ തന്നെ ടിക്കറ്റ്സും വാങ്ങിയിരുന്നു. The bus was old and rickety and rattled so much that the passengers could barely hear themselves speaking. ബസ്സിൻ്റെ അവസ്ഥ എന്തായിരുന്നു? റിക്കറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓൾഡായിരുന്നു, സ്ട്രോങ് അല്ല, നോട്ട് സ്ട്രോങ്, ഓൾഡായിട്ടുള്ളൊരു ബസ്സിൻ്റെ അവസ്ഥയായിരുന്നു. ദ റാറ്റിൽഡ് പറഞ്ഞാൽ അതിൻ്റെ സൗണ്ടുകൾ, ആ ഒരു പഴയ ബസ്സൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടാണ്. ഈ സൗണ്ട് കാരണം പാസഞ്ചേഴ്സിന് പരസ്പരം സംസാരിക്കുന്നൊന്നും കേൾക്കില്ലായിരുന്നു, അത്രയും സൗണ്ടുള്ള ബസ്സായിരുന്നു. The driver drove at some speed and whenever he went round a bend everyone in the bus was thrown about. അപ്പോൾ ഒരു ചെറിയ സ്പീഡിലാണ് വണ്ടി പോയത്. പക്ഷേ ഒരു റൗണ്ട് ബെൻഡ് വളവിലൊക്കെ എത്തുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. In spite of all the noises and confusion, Granny fell asleep, her head resting against Money's shoulder.
അപ്പോൾ ഈ ബസ്സിൻ്റെ അത്രയും സൗണ്ടിൻ്റെ ഇടയിലും ഗ്രാനി എന്താണ് ഉറങ്ങുമായിരുന്നു. അവരെന്താണ് തൻ്റെ തല മണിയുടെ ഷോൾഡറിൽ വെച്ചിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. സഡൻലി ദ ബസ് കെയിം ടു എ ഗ്രൈൻഡിങ് ഹാർട്ട്. പെട്ടെന്ന് ഒരു സഡൻ സ്റ്റോപ്പിഡാണ് ബസ്. പീപ്പിൾ വർ ത്രോൺ ഫോർവേഡ് ഇൻ ദ സീറ്റ്. പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ ആളുകളൊക്കെ മുന്നോട്ടേക്ക് പോയി. വാട്ട്സ് ഹാപ്പനിങ് ഗ്രാനി ആസ്റ്റ്, ഹാവ് യു അറൈവ്ഡ്. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഗ്രാനി ചോദിക്കണം, എന്താ പറ്റിയത്, നമ്മൾ സ്ഥലത്തെത്തിയോ, അതാണോ ബസ് നിർത്തിയതെന്ന് ചോദിക്കണം. നോ, സംതിങ് ഈസ് ബ്ലോക്കിംഗ് ദ റോഡ് സെഡ് മണി. അപ്പോൾ മണി പറയണില്ല, റോഡിൽ എന്തോ ഒരു ബ്ലോക്കിംഗ് ഉണ്ട്, അതുകൊണ്ടാണ് ബസ് പെട്ടെന്ന് നിർത്തിയത്. ഇറ്റ്സ് എ ലാൻഡ് സ്ലൈഡ് എക്സ്ക്ലെയിംഡ് സം വൺ ആൻഡ് ഓൾ ദ പാസഞ്ചേഴ്സ് പുട്ട് ദെയർ ഹെഡ്സ് ഔട്ട് ഓഫ് ദ വിൻഡോ ടു ടേക്ക് എ ലുക്ക്. അപ്പോൾ എന്താണ്, ഒരു ലാൻഡ് സ്ലൈഡ്, മണ്ണിടിച്ചിലാണ് എന്ന് പറയാണ്, ആരോ വിളിച്ച് പറയാണ്. അപ്പോൾ ബാക്കി പാസഞ്ചേഴ്സ് എന്താണ്, ആ ഒരു ബസ്സിൻ്റെ സൈഡിലൂടെ തലയിട്ട് പുറത്തേക്ക് നോക്കുകയാണ്. ഇറ്റ് വാസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ്. ഒരു വലിയ ലാൻഡ് സ്ലൈഡാണ്, ഒരു വലിയ മണ്ണിടിച്ചിലാണ്. earth, trees and bushes had given way and come crashing down, completely blocking the road. അപ്പോൾ മണ്ണ്, ഒരുപാട് ബുഷസ്, ട്രീസ് ഒക്കെ റോഡിലേക്ക് വീണിട്ടുണ്ട്. ആ റോഡിനെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആയിട്ടുണ്ട്. നോർ വാസ് ഇറ്റ് ഓവർ യെറ്റ്, ഡെബ്രിസ് വാസ് സ്റ്റിൽ ഫാളിങ്. പക്ഷെ അതിപ്പോഴും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെബ്രിസ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് മെറ്റീരിയൽസ് ആണ്, അതായത് ആ ഒരു മണ്ണിൻ്റെ പാർട്സും കല്ലും ഇതൊക്കെ റോഡിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കുകയാണ്. മണി സോ റോക്സ് ഹേർട്ട്ലിങ് ഡൗൺ ദ ഹിൽസ് ഇൻ ടു ദ റിവർ. ആ ഒരു മലമുകളിൽ നിന്ന് കല്ലുകൾ റിവറിലേക്ക് വന്ന് പതിക്കുന്നത് അവൻ കാണുന്നുണ്ടായിരുന്നു. നോട്ട് എ സ്യൂട്ടബിൾ പ്ലേസ് ഫോർ എ ബസ് സ്റ്റോപ്പ് ഒബ്സർവ്ഡ് ഗ്രാനി ഹു കുഡിൻ സീ എ തിങ്. ഗ്രാനിക്ക് എന്താണ്, കാര്യമായിട്ടൊന്നും കാണുന്നില്ലെങ്കിലും അവർ പറയുകയാണ് ബസ് നിർത്താൻ പറ്റുന്ന ഒരു പ്ലേസ് അല്ല ഇത് എന്ന്. Even as she spoke, a shower of stones and small rocks came clattering down on the roof of the bus. ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഒരു ബസ്സിൻ്റെ റൂഫിലേക്ക് ഒരുപാട് വലിയ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് കുറേ മണ്ണും കല്ലിൻ്റെ പീസസൊക്കെ ബസ്സിൻ്റെ മുകളിലേക്ക് വന്ന് വീഴുകയാണ്. പാസഞ്ചേഴ്സ് ക്രൈഡ് ഔട്ട് ഇൻ അലാം. പെട്ടെന്ന് പേടിച്ചുകൊണ്ട് പാസഞ്ചേഴ്സൊക്കെ കരയാണ്. ദ ഡ്രൈവർ ബിഗാൻ റിവേഴ്സിങ് ആസ് മോർ റോക്സ് കം ക്രാഷിങ് ഡൗൺ. കൂടുതൽ റോക്സ് ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരുന്നപ്പോൾ ഡ്രൈവർ എന്ത് ചെയ്തു, വണ്ടീനെ റിവേഴ്സ് എടുക്കാൻ തുടങ്ങുകയാണ് ബസ്സിനെ. ഐ നെവർ ഡി ട്രസ്റ്റ് മോട്ടോർ റോഡ്സ്. ഈ വാഹനങ്ങളൊന്നും പോകുന്ന റോഡിന് ഞാൻ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യില്ല എന്ന് ഗ്രാനി പറയാണ്. ദ ഡ്രൈവർ കെപ്റ്റ് ബാക്കിംഗ് അണ്ടിൽ ദ വർ വെൽ അവേ ഫ്രം ദ ലാൻഡ് സ്ലൈഡ്. അപ്പോൾ ആ ഒരു ലാൻഡ് സ്ലൈഡിൻ്റെ ഒരുപാട് ബാക്കിലേക്ക് എത്തുന്നത് വരെ ഡ്രൈവർ വണ്ടി ഇങ്ങനെ ബാക്കിലോട്ട് പോവാണ്. ദെൻ എവറി വൺ ടംബിൾഡ് ഔട്ട് ഓഫ് ദ ബസ്. എല്ലാവരും ആ ഒരു ബസ്സിൽ നിന്നും ഇറങ്ങാൻ തീരുമാനിക്കുകയാണ്. ദേ കുഡ് ടെൽ ഇറ്റ് വുഡ് ടേക്ക് ഡേയ്സ് ടു ക്ലീൻ ദ റോഡ്. ആ ഒരു റോഡ് ക്ലീനായി ബസ് പോകണമെങ്കിൽ ഇനി ദിവസങ്ങളെടുക്കുമെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. മോസ്റ്റ് ഓഫ് ദ പാസഞ്ചേഴ്സ് ഡിസൈഡഡ് ടു റിട്ടേൺ ടു നെയിൻ വിത്ത് ദ ബസ്. കുറേ പേര് ബസ് തിരിച്ചു പോകുമ്പോൾ നെയിനിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. ബട്ട് എ ഫ്യൂ ഹോൾ സ്പിരിറ്റ്സ് അഗ്രീഡ് ടു വാക്ക് ടു മസൂരി. കുറച്ച് പേരെന്താണ്, മസൂരിയിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. ടേക്കിംഗ് എ ഷോർട്ട് കട്ട് അപ്പ് ദ മൗണ്ടെയിൻ വിച്ച് വുഡ് ബൈപാസ് ദ ലാൻഡ് സ്ലൈഡ്. ഒരു മൗണ്ടെയിനിലൂടെ ഷോർട്ട് കട്ടൊക്കെ എടുത്തിട്ടാണ് ഇവർ പോകുന്നത്. Mani looked at Granny. Shall we go back? It's only 10 miles, said Granny. We did that yesterday. നമുക്ക് തിരിച്ചു പോയാലോ എന്ന് മണി ചോദിക്കുകയാണ്. അപ്പം ഗ്രാൻഡ് മദർ എന്താ പറഞ്ഞത്, ഇനി ആകെ 10 മൈലേ ഉള്ളൂ, നമ്മൾ ഇന്നലെ നടന്നില്ലേ, അപ്പോൾ ഇന്നും നടക്കാലോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവർ നടക്കാൻ തീരുമാനിക്കുകയാണ്. So they started climbing a narrow path and by the time they got to the top of the mountain, ഗ്രാനി ആൻഡ് മണി വർ ഓൺ ദെയർ ഓൺ. അങ്ങനെ ഒരു നാരോ പാത്തിലൂടെ അവർ നടക്കുകയാണ്. ആ ഒരു മൗണ്ടെയിൻ ടോപ്പിലെത്തിയപ്പോൾ അവസാനം എന്താണ്, മണിയും ഗ്രാനിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പോയി കഴിഞ്ഞിരുന്നു. ദ വില്ലേജ് വാസ് ഹിഡൻ ബൈ ദ റെയിൻസ് ടു ദ നോർത്ത്. ഫാർ ബിലോ റഷ് ദ റിവർ, ഫാർ എബവ് സർക്കിൾഡ് എ ഗോൾഡൻ ഈഗിൾ. അവർ ആ ഒരു മൗണ്ടെയിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചകളാണ്, റിവർ, അതുപോലെ തന്നെ അവരുടെ മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്ന ഒരു ഈഗിൾ, ഇതൊക്കെ അവർ ഒബ്സർവ് ചെയ്യാണ്. ഡിഡ് യു ബ്രിങ് എനി ഫുഡ് ഫ്രം അങ്കിൾസ് ഹൗസ് ആസ്ക്ഡ് മണി. അപ്പോൾ നടന്ന് വിശന്ന് അവൻ ചോദിക്കുകയാണ്, അങ്കിളിൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഫുഡ് കൊണ്ടുവന്നിരുന്നോ? നാച്ചുറലി, സെഡ് ഗ്രാനി. ഐ നോ യു ഹാഡ് സൂൺ ബി ഹംഗ്രി. ദർ ആർ പക്കോറാസ് ആൻഡ് ബൺസ് ആൻഡ് പീച്ചസ് ഫ്രം അങ്കിൾസ് ഗാർഡൻ. എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് വിശക്കും, അതുകൊണ്ട് കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നാനി പറയാണ്. ഗുഡ്, സെഡ് മണി, forgetting his tiredness. We will eat as we go along. You will stop when you have tired, Granny. Oh, I can walk forever, said Granny, laughing. But it's not if it's raining. The umbrella leaks badly. അപ്പോൾ ഇവരെന്താണ്, നമുക്ക് പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഗ്രാനി ടയേർഡാണോ, ടയേർഡാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാമെന്ന് ചോദിക്കണം. അപ്പോൾ ഗ്രാനി എന്താ പറയുന്നത്, ഐ ക്യാൻ വാക്ക് ഫോർ എവർ. എനിക്ക് എത്ര വേണേലും നടക്കാം, പക്ഷെ മഴയാണെങ്കിൽ പറ്റില്ല, കാരണം നമ്മൾ അംബ്രല്ല എന്താണ് ലീക്ക് ചെയ്യുന്നുണ്ട്.
Down again they went and up the next mountain and over bare windswept hillsides and up through a dark gloomy deodar forest. അപ്പോൾ ഇവർ നടക്കുന്ന ഏരിയാസാണ് മൗണ്ടെയിൻസിലൂടെ. ഗ്ലൂമി എന്ന് പറഞ്ഞാൽ ഡാർക്കായിട്ടുള്ള ഡിയോഡർ പറഞ്ഞാൽ ദേവദാരുവാണ്. ദേവദാരു നിറഞ്ഞ് ആ ഫോറസ്റ്റിലൂടെ ഇവർ നടക്കുകയാണ്. And then just as it was getting dark they saw the lights of Missouri twinkling ahead of them. അങ്ങനെ കുറച്ച് നടന്നപ്പോൾ എന്താണ് ആ ഒരു മസൂരിയുടെ ഒരു വ്യൂ അവർക്ക് കിട്ടുകയാണ്. As they came nearer the lights increased until presently they were in a brightly lit bazaar. അങ്ങനെ അവർ എന്താണ് ഒരു ബസാറിലെത്താണ്. Jostled in the crowd, Granny kept one hand firmly on Mani's shoulder so that she did not lose him. ആ ഒരു ക്രൗഡിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ജോസ്റ്റൽ ചെയ്യാൻ പുഷ് ചെയ്യുക. ഒരുപാട് തിരക്കിൽ ഇങ്ങനെ അവർ സ്വയം പുഷ് ചെയ്ത് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രാനി എന്ത് ചെയ്തു, തൻ്റെ ഒരു കൈ മണിയുടെ ഷോൾഡറിൽ വെക്കുകയാണ്, അവനെ മിസ് ചെയ്യാതിരിക്കാൻ. അത്രയും തിരക്കാണ്. They asked around for the cheapest hotel. അവിടെ ആ പ്രദേശത്തുള്ള ഏറ്റവും വില കുറഞ്ഞ ഹോട്ടലിനെ കുറിച്ച് അവർ അന്വേഷിക്കുകയാണ്. But there were no cheap hotels. So they spent the night in a ധർമ്മശാല adjoining the temple. അങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോൾ അവിടെ ചീപ്പായിട്ടുള്ള ഹോട്ടൽസ് ഒന്നുമില്ല. അവരുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ടെമ്പിൾ, ഒരു അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള ഒരു ധർമ്മശാലയിലാണ് അവർ ആ ദിവസം രാത്രി കഴിച്ചു കൂട്ടിയത്. നെക്സ്റ്റ് മോർണിംഗ് അറ്റ് ദ ഹൈ ഹോസ്പിറ്റൽ ദേ ജോയിൻഡ് എ ലോങ് ക്യൂ ഓഫ് പേഷ്യൻസ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവർ ആ ഒരു കണ്ണാശുപത്രിയിലേക്ക് പോവുകയാണ്. അവിടെ പേഷ്യൻസിൻ്റെ ഒരു ലോങ് ക്യൂ തന്നെ ഉണ്ടായിരുന്നു. ദ ഐ സ്പെഷ്യലിസ്റ്റ്, എ പോർട്ട്ലി മാൻ in a suit and tie, dealt with the patients in a brisk but kind manner. അങ്ങനെ ഐ ഡോക്ടർ തന്നെയായിരുന്നു. ഒരു പോർട്ട്ലി എന്ന് പറഞ്ഞാൽ പ്ലംബായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് തടിച്ചിട്ടുള്ളൊരു ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് എന്തായിരുന്നു, സ്യൂട്ടും ടൈയൊക്കെ ഇട്ടൊരു ഡോക്ടറായിരുന്നു. അദ്ദേഹം എന്താണ് വളരെ സ്പീഡായിട്ട് ഓരോ പേഷ്യൻസിനെയും ഡീൽ ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ആൻ അവേഴ്സ് വെയിറ്റ് ഗ്രാനീസ് ടേൺ കെയിം. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ ക്യൂവിൽ നിന്നിട്ടാണ് ഗ്രാനിയുടെ ഒരു ടേൺ വന്നത്, ഗ്രാനിയെ അകത്തേക്ക് വിളിച്ചത്. The doctor took one horrified look at Granny's glasses and dropped them in waste basket. ഗ്രാനിയുടെ കണ്ണടയിലേക്ക് ഒരു ഹൊറിഫൈഡ് ആയിട്ടുള്ള ലുക്ക് കൊടുത്തുകൊണ്ട് അദ്ദേഹം എന്താണ് ആ കണ്ണട എടുത്ത് അപ്പം തന്നെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുകയാണ്. ആൻഡ് പ്ലേസ് ദം ഓൺ ഹിസ് ഡെസ്ക് ആൻഡ് സെറ്റ്, on second thought I think I will send them to a museum. You should have changed your glasses years ago. They have probably done more harm than good. പിന്നീട് എന്താണ് ആ വേസ്റ്റിലിട്ട ആ ഒരു കണ്ണട അയാൾ വേസ്റ്റിൽ നിന്ന് തപ്പിയെടുത്തിട്ട് തൻ്റെ ടേബിളിൽ വെച്ചിട്ട് പറയണോ, ഒന്നുകൂടെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതിന് വല്ല മ്യൂസിയത്തിലും കൊടുക്കാമെന്ന്. കാരണം അത്രയും ഓൾഡാണ്. നിങ്ങൾ എന്നോ ഈ കണ്ണട മാറ്റേണ്ടിയിരുന്നു. നിങ്ങളുടെ കണ്ണിന് നല്ലതിനേക്കാൾ മോശം ഹാമാണ് ഈ കണ്ണട വരുത്തുന്നത് എന്ന് പറയാണ്. He examined Granny's eyes and said, your eyes are very weak but you are not going blind. എന്താണ് കണ്ണ് പരിശോധിച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഐസ് വളരെ വീക്കാണ്, പക്ഷെ നിങ്ങൾ ബ്ലൈൻഡ് ആവുന്നൊന്നുമില്ല, കണ്ണ് തീരെ കാണാതാവുമൊന്നുമില്ല. വി വിൽ ഫിറ്റ് യു അപ്പ് വിത്ത് എ സ്ട്രോങ് പെയർ ഓഫ് ഗ്ലാസസ്. നമുക്കെന്താ പുതിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലാസ് വെക്കാമെന്ന് പറയുകയാണ്. ദെൻ ഹി പ്ലേസ്ഡ് ഹെർ ഇൻ ഫ്രണ്ട് ഓഫ് എ ബോർഡ് കവേർഡ് വിത്ത് ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ലാർജ് ആൻഡ് സ്മാൾ ആൻഡ് ആസ്ക്ഡ് ഗ്രാനി ഇഫ് ഷീ കുഡ് മേക്ക് ദം ഔട്ട്. പിന്നെ കണ്ണ് പരിശോധിക്കുകയാണ്. ഒരു ബോർഡിൽ കുറേ ലെറ്റേഴ്സൊക്കെ എഴുതിയിട്ട് അത് കാണുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കണ്ണ് പരിശോധിക്കുന്ന ഏരിയയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ണ് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്. I can't even see the board, said Granny. Well, can you see me? asked the doctor. Some of you, said Granny. അപ്പോൾ എനിക്ക് ആ ബോർഡ് തന്നെ കാണാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. അതിനുശേഷം ഡോക്ടർ ചോദിക്കുകയാണ്, ഓക്കെ എങ്കിൽ എന്നെ കാണാമോ, തൊട്ടടുത്ത് ഇരിക്കുന്ന ഡോക്ടർ കാണാമോ ചോദിക്കുകയാണ്. അപ്പോൾ ചില ഭാഗങ്ങളൊക്കെ കാണാമെന്ന് പറയണം. I want you to see all of me, said the doctor, and he balanced the wire frame on Granny's nose and began trying out different glasses. എനിക്ക് ഡോക്ടർ പറയാണ്, നിങ്ങൾക്ക് എന്നെ ഫുള്ളായിട്ട് കാണും, എനിക്കതാണ് വേണ്ടത്, ഞാൻ നിങ്ങളുടെ കാഴ്ച ശരിയാക്കി തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഓരോ ലെൻസും ഇങ്ങനെ ചേഞ്ച് ചെയ്യാണ്. കണ്ണ് പരിശോധിക്കുമ്പോൾ നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, അവർ ലെൻസിൻ്റെ പവർ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ഏത് ലെൻസ് യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ കാണുന്നത് എന്നിങ്ങനെ കണ്ടെത്തും. അതുപോലെ ചെയ്യാണ്. സഡൻലി ഗ്രാനി കുഡ് സീ മച്ച് ബെറ്റർ. ഷീ സോ ദ ബോർഡ് ആൻഡ് ദ ബിഗർ ലെറ്റേഴ്സ് ഓൺ ഇറ്റ്. പെട്ടെന്ന് ഒരു ലെൻസ് മാറ്റിയപ്പോൾ ഗ്രാനിക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുകയാണ്. ക്യാൻ യു സീ മീ നൗ ആസ്ക്ഡ് ദ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നെ കാണാമോ? മോസ്റ്റ് ഓഫ് യു, യെസ്, ഏകദേശം എല്ലാ ഭാഗവും കാണാം. ആൻഡ് ദെൻ ആഡഡ്, ബൈ വേ ഓഫ് ബീയിങ് ഹെൽപ്ഫുൾ.
There's quite a lot of you to see. പക്ഷേ മോസ്റ്റ് ഓഫ് യു ഏകദേശം എല്ലാ ഭാഗവും കാണാം എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് എന്താണ് പറയുന്നത്, എന്നാലും ബാക്കിയും കുറേ കാണാനുണ്ട്, അത്രയും കൃത്യമായിട്ടൊന്നും കാണുന്നില്ല എന്നുള്ള രീതിയിൽ പറയുകയാണ്. താങ്ക് യു സെഡ് ദ ഡോക്ടർ, ആൻഡ് നൗ ടേൺ അറൗണ്ട് ആൻഡ് ടെൽ മീ ഇഫ് യു ക്യാൻ സീ യുവർ ഗ്രാൻഡ് സൺ. ഇനി തിരിഞ്ഞു നോക്കിയിട്ട് നിങ്ങളുടെ ഗ്രാൻഡ് സണ്ണിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ എന്ന് പറയുകയാണ്. ഗ്രാനി ടേൺഡ് ആൻഡ് സോ മണി ക്ലിയർലി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മെനി ഇയേഴ്സ്. അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താണ്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ഗ്രാൻഡ് സണ്ണായ മണിയെ ക്ലിയർ ആയിട്ട് അവർ കാണുകയാണ്. മണി, ഷീ എക്സ്ക്ലെയിംഡ് ക്ലാപ്പിംഗ് ഹർ ഹാൻഡ്സ് വിത്ത് ജോയ്. അവർ മണി എന്ന് അത്ഭുതത്തോടെ വിളിച്ചുകൊണ്ട് തൻ്റെ കൈകളൊക്കെ ക്ലാപ്പ് ചെയ്യണം. അത്രയും സന്തോഷമാണ്, ഒരുപാട് കാലത്തിന് ശേഷം അവനെ ക്ലിയർ ആയിട്ട് കാണുകയാണ്. How nice you look. What a fine boy I have brought up. But you need a haircut and a wash and buttons on your shirt and new pair of shoe. Come along to the bazaar. അപ്പോൾ എന്താണ്, അവനെ നോക്കിയിട്ട് പറയണോ, എന്ത് ഭംഗിയുള്ള കുട്ടിയായി ഞാൻ വളർത്തിയിട്ടുള്ളത്, പക്ഷെ നിനക്കൊരു ഹെയർ കട്ടും ഒരു വാഷും അതുപോലെ തന്നെ നിൻ്റെ ഷർട്ടിൽ കുറച്ച് ബട്ടൺസ് വേണം, പിന്നെ നിനക്കൊരു പുതിയ ഷൂ വേണം എന്നൊക്കെ അവിടെ ഇരുന്ന് പറയണം. ആ ഒരു പെട്ടെന്ന് അവനെ കണ്ട സന്തോഷത്തിലാണ് പറയുന്നത്. First have your new glasses made, said Mani laughing. Then we will go shopping. Okay, ആദ്യം പുതിയ ഗ്ലാസ്സസ് വാങ്ങാം, അതിനുശേഷം നമുക്ക് ഷോപ്പിങ്ങിന് പോകാമെന്ന് പറയണം. എ ഡേ ലേറ്റർ ദേ വർ ഇൻ ബസ് അഗെയിൻ. അങ്ങനെ ഒരു ദിവസത്തിന് ശേഷം അവർ വീണ്ടും ബസ്സിലാണ്. അവർ തിരിച്ച് അവരുടെ പ്ലേസിലേക്ക് പോവാണ്. ഗ്രാനി ഹാഡ് എ വിൻഡോ സീറ്റ് ആൻഡ് മണി സാറ്റ് ബിസൈഡ് ഹെർ. ഇപ്പോൾ ഗ്രാനി എന്താണ്, വിൻഡോ സീറ്റിലാണ് ഇരിക്കുന്നത്, തൊട്ടടുത്ത് മണിയുണ്ട്. He had new shoes, Granny had a new umbrella, and they had also bought thick woolen Tibetan pullover for Mani's father, and seeds and bulbs and a cowbell. അങ്ങനെ അവർ പോരുന്നതിന് മുമ്പ് വാങ്ങണം എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ വാങ്ങിയിട്ടുണ്ട്. As the bus moved off, Granny looked eagerly out of the window. ബസ് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഗ്രാനി എന്താണ്, വളരെ ഇൻട്രസ്റ്റോടുകൂടി പുറത്തേക്ക് നോക്കുകയാണ്. ഷീ കുഡ് സീ മെനി തിങ് ദാറ്റ് ഷീ ഹാഡൻ സീൻ ഫോർ എ ലോങ് ടൈം. ഒരുപാട് കാലമായിട്ട് കാണാൻ പറ്റാത്ത പല പല കാര്യങ്ങളും അവർ കാണുകയാണ്. ഡിസ്റ്റൻറ്റ് വില്ലേജസ്, പീപ്പിൾ വാക്കിംഗ് ഇൻ ദ ഫീൽഡ്സ്, മിൽക്ക്മാൻ ഓൺ ദ റോഡ്, 2 dogs rushing along beside the bus, monkeys in the tree, and most wonderful of all, a rainbow in the sky. അപ്പോൾ ദൂരെയുള്ള വില്ലേജസ്, ആ വയലുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, മിൽക്ക് മെൻ, പിന്നെ റോഡിൻ്റെ സൈഡിലായിട്ട് നിൽക്കുന്ന 2 ഡോഗ്സ്, മരത്തിൻ്റെ മുകളിലുള്ള മങ്കീസ്, അതുപോലെ തന്നെ റെയിൻബോ, ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ഒരുപാട് കാലത്തിന് ശേഷം അവർ കാണുകയാണ്. ഷീ കുഡിൻ സീ പെർഫെക്റ്റ്ലി ഓഫ് കോഴ്സ്, ബട്ട് ഷീ വാസ് വെരി പ്ലീസ്ഡ് വിത്ത് ദ ഇംപ്രൂവ്മെൻറ്റ്. വളരെ പെർഫെക്റ്റായിട്ടൊന്നും അവർക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, പക്ഷേ കിട്ടിയ കാഴ്ചയിൽ അവരെന്താണ്, ഒരുപാട് പ്ലീസ്ഡ് ആയിരുന്നു. ഒരുപാട് കാലത്തിന് ശേഷം നല്ല കുറച്ച് കാഴ്ചകൾ ഇവർക്ക് കാണാൻ സാധിച്ചതിൽ അവരെന്താണ്, വളരെയധികം ഹാപ്പി ആയിരുന്നു. Mani watched for a time and listened to her excited chatter. അവരുടെ ആ ഒരു ചാറ്റർ എന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ, ഇതൊക്കെ കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഇവർ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതൊക്കെ അവൻ കുറച്ച് നേരം കേട്ടു. ദെൻ ഹിസ് ഹെഡ് ബിഗാൻ ടു നോഡ്. പിന്നെ അവൻ്റെ തല ഇങ്ങനെ ആടാൻ തുടങ്ങി, അവന് ഉറക്കം വരാൻ തുടങ്ങി. ഹി ഡ്രോപ്ഡ് അഗെയിൻസ്റ്റ് ഗ്രാനീസ് ഷോൾഡർ ആൻഡ് റിമെയിൻഡ് ദർ കംഫർട്ടബിളി. അവൻ എന്നാൽ ഗ്രാനിയുടെ ഷോൾഡറിൽ കംഫർട്ടബിളായിട്ട് കിടന്നുറങ്ങി. The bus swerved and jolted along the winding mountain road, but Mani was fast asleep. ബസ് എന്താണ്, ആ ഒരു വിൻഡിങ് ആയിട്ടുള്ള മൗണ്ടെയിൻ റോഡിലൂടെ, മല റോഡിലൂടെ ഇങ്ങനെ സ്വേർവ്ഡ് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാണ്, വളഞ്ഞും തിരിഞ്ഞും ഒക്കെ പോവുകയാണ്. ജോൾട്ടഡ് എന്ന് പറഞ്ഞാൽ ഒരു വയലൻറ്റ് മൂവ്സ്, ഭയങ്കര സ്പീഡിൽ ഹാഷായിട്ടാണ് ബസ് പോയിക്കൊണ്ടിരുന്നത്. എങ്കിലും മണി എന്താണ്, വളരെ കൂളായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സ്റ്റോറി ഒരു അഡാപ്റ്റഡ് സ്റ്റോറിയാണ്. ഇതിൻ്റെ ഓതർ ആരാണ്, റസ്കിൻ ബോണ്ടാണ്. ഹി വാസ് ബോൺ അറ്റ് Kasauli in Himachal Pradesh. Over 50 years, Bond has experimented with different genres of writing, includes novel, short stories and memoirs. അപ്പോൾ ഈ ഒരു റസ്കിൻ ബോണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം പല ടൈപ്പ് ഓഫ് റൈറ്റിങ്സ് എഴുതിയിട്ടുണ്ട്. നോവൽസ്, ഷോർട്ട് സ്റ്റോറീസ്, ഓർമ്മക്കുറിപ്പുകളൊക്കെ എഴുതിയിട്ടുണ്ട്. His notable works include The Room on the Roof, Our Trees Still Grow in Tehra, A Flight of Pigeons, The Blue Umbrella, etc. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. He was awarded John Llewellyn Prize in 1957, then Sahitya Akademi in 1992, Padma Shri in 1999 and Padma Bhushan in 2014. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് അവാർഡ്സ് ഒക്കെ ലഭിച്ചിട്ടുണ്ട്. വൺ ഓഫ് ഹിസ് ഫേമസ് വർക്കാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന ചാപ്റ്ററിൻ്റെ ഒരു മലയാളം എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിൽ തന്നത്. പുതിയ ഒരുപാട് വേർഡ്സ് ഉണ്ട് ഇതിൽ. ആ വേർഡ്സൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി അതിൻ്റെ മീനിങ്സൊക്കെ എല്ലാവരും പഠിക്കുക.
ഇതിൻ്റെ സൈഡ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ബാക്കിയുള്ള ആക്ടിവിറ്റീസും ഒക്കെ അപ്കമിങ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. താങ്ക് യു ഓൾ. കീപ് വാച്ചിങ്.